സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് ടിഫർ 2024 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വാണ്ടം മെക്കാനിക്സ് ഭാഗത്തൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് ഇൻ വൺ ഡയമെൻഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ഫോം f x equal to half kx square for x greater than 0, infinity for x less than or equal to 0. In a quantum mechanical treatment, what is the ground state energy of the particle? സോ നമുക്കിതറിയാം. നമുക്ക് ഇതൊന്ന് സ്കെച്ച് ചെയ്യുമോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് സ്കെച്ച് ചെയ്യുക ആ പൊട്ടൻഷ്യൽ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇത് എക്സ് ആണ്, ദിസ് ഈസ് വി ഓഫ് എക്സ് ആണ്, ഒറിജിനാണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഹാഫ് കെ എക്സ് സ്ക്വയർ. സോ എ പാരാബോളിക് ഫോം, എക്സ് സ്ക്വയർ പാരാബോളിക് ഫോമാണ്. എക്സ് ലെസ് ദാൻ ഈക്വൽ 0യ്ക്ക് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഹാഫ് ഹാർമോണിക് ഓസിലേറ്റർ ആണ് അല്ലേ? സീസ് എ ഹാഫ് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം. ഇങ്ങനെ കണ്ടാലേ നമുക്കിത് പറയാൻ കഴിയണം. ഓക്കെ, ഇറ്റ്സ് എ ഹാഫ് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം. സോ നമുക്കറിയാം ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമുക്ക് ജനറൽ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഒരു ഗോഷ്യൻ ടൈപ്പ് ആയിരിക്കും അല്ലേ? മൈനസ് ആൽഫ എക്സ് സ്ക്വയർ. ഓക്കെ, ദെൻ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എക്സ് സീരീസ് ടു മൈനസ് ആൽഫ എക്സ് സ്ക്വയർ. സെക്കൻഡ് that is 4x square minus 2 d raised to minus alpha x square, പ്രൊപ്പോർഷണാലിറ്റി. പക്ഷേ ഇവിടെ നോക്കുക, അറ്റ് എക്സ് ഈക്വൾ 0 പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആവണം. പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആകുമ്പോൾ വേവ് ഫംഗ്ഷൻ 0 ആവണം. അപ്പം ഇവിടെ ഏത് വേവ് ഫംഗ്ഷനിലാണ് അറ്റ് എക്സ് ഈക്വൾ 0 വേവ് ഫംഗ്ഷൻ 0 ആവുന്നത്? അത് ഫസ്റ്റിൻ്റെ കേസിലാണ് ആവുന്നത്. കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റിലാവുന്നില്ല. ഫസ്റ്റിൻ്റെ കേസിലാണ്. ഇതാണ് നോർമൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വേവ് ഫങ്ഷൻസ് ഓഫ് ദീസ് അപ്രോക്സിമേറ്റ്. നമുക്ക് ഈ ഡിപ്പെൻഡൻസ് മാത്രം മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ കേസിലാണ് ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി വരുന്നത് തേർഡ് ആയിരിക്കും, പിന്നെ ഫോർത്ത് ആയിരിക്കും. അപ്പോൾ ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ n സ്റ്റാർട്ട് വിത്ത് 1, then 3, 5 എക്സെട്ര. സോ ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് n ഈക്വൾ ടു 1. ഇനി നമുക്കറിയാം എനർജി എന്താണ്? En ഈസ് ഈക്വൾ ടു n പ്ലസ് ഹാഫ് ഇൻറ്റു എച്ച് ക്രോസ് ഒമേഗയാണ്. ഹാർമോണിക് ഓസിലേറ്റർ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയാണ്. സോ n ഈക്വൾ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 എച്ച് ക്രോസ് ഒമേഗ. നമുക്കറിയാം k എന്ന് പറയുന്നത് m ഒമേഗ സ്ക്വയർ ആണ്. സോ ഒമേഗ ഈസ് ഈക്വൾ ടു റൂട്ട് k ബൈ m. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. 3/2 എച്ച് ക്രോസ് റൂട്ട് k ബൈ m. ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.